ഇതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഗ്രിഡ് ലൈൻസ് നിങ്ങളിടുമ്പോൾ ഒരുപാട് തെളിച്ച് വരയ്ക്കരുത്. കാരണം നമുക്ക് പിന്നീട് ഇത് മായ്ക്കുമ്പം ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ നമ്മൾ മായ്ക്കുമ്പം നമ്മുടെ ഡ്രോയിങ്ങൊക്കെ ഡാമേജ് ആകാനും അല്ലെങ്കിൽ നമ്മുടെ പേപ്പറൊക്കെ ഡാമേജ് ആകാനും സാധ്യതയുണ്ട്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഈ പാർട്ടിൽ നമ്മൾ ഈ ഡ്രോയിങ് കംപ്ലീറ്റ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. കാരണം ഈ വീഡിയോയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പം അതൊക്കെ നിങ്ങൾ കേൾക്കുക, അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നിങ്ങൾ ഡ്രോ ചെയ്യുക. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ നിങ്ങൾക്ക് ആ കാര്യങ്ങളൊക്കെ കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്ക് വരച്ച് തുടങ്ങാം. അപ്പോൾ നമ്മൾ നെറ്റിയുടെ ഭാഗത്തു നിന്നാണ് ഷെയ്ഡ് തുടങ്ങാൻ പോകുന്നത്. അപ്പോൾ ഷെയ്ഡിങ് എങ്ങനെ ചെയ്യേണ്ടതെന്നൊക്കെ നമ്മൾ ഓൾറെഡി കുറേ വീഡിയോ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ കുറേ വീഡിയോയ്ക്ക് അത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓൾഡ് വീഡിയോസൊക്കെ കണ്ട ആൾക്കാർക്ക് മനസ്സിലാവും നമ്മളെങ്ങനെയാണ് ഷെയ്ഡ് ചെയ്ത് തുടങ്ങാൻ കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മളെപ്പോഴും ലൈറ്റ് ആയിട്ടുള്ള ഷെയ്ഡ് വേണം തുടങ്ങാൻ വേണ്ടിയിട്ട്. കാരണം നമുക്ക് ഒരുപാട് ഡാർക്ക് ഷെയ്ഡ് ആദ്യം ചെയ്ത് തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ലൈറ്റ് ഷെയ്ഡ് ആക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഏറ്റവും ലൈറ്റ് ഷെയ്ഡ് എന്ന് മാത്രമേ നിങ്ങൾ തുടങ്ങാവുള്ളൂ. അത് പെൻസിലാണെങ്കിലും നിങ്ങൾ ഏറ്റവും ലൈറ്റുള്ള പെൻസിൽ ഉപയോഗിക്കുക. ഡാർക്ക്നെസ് ഉള്ള പെൻസിലൊന്നും ആദ്യം നിങ്ങൾ യൂസ് ചെയ്യരുത്. നമ്മൾ ആദ്യം ഒരു ലെയർ പോലെ ഒന്ന് ചെയ്ത് പോകാം മൊത്തം. ഇപ്പം മൊത്തമല്ല, നമ്മളെവിടേക്കാണ് നമുക്ക് കൂടുതലായിട്ട് ഷെയ്ഡ് വേണ്ട ഭാഗങ്ങൾ അവിടെയൊക്കെ ഒന്ന് ചെയ്താൽ മതി. ബാക്കി അതിൻ്റെ അകത്ത് ലൈറ്റ് അടിക്കുന്ന ഭാഗങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ആ ഭാഗങ്ങളൊക്കെ മനസ്സിലാക്കി അവിടെയൊക്കെ ഒന്ന് ലൈറ്റ് ഷെയ്ഡ് മാത്രം കൊടുക്കുക. ബാക്കിയൊക്കെ ഫുള്ളായിട്ട് തന്നെ ചെയ്യുക നിങ്ങൾ. ഇപ്പോൾ ഞാൻ ഈ ഒരു ഭാഗത്ത് ഇപ്പോൾ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇങ്ങനെ സൈഡിലോട്ട് നോക്കുകയാണെങ്കിൽ അവിടെ കുറച്ച് ലൈറ്റ് അടിക്കുന്ന ഭാഗങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ അതുപോലെ തന്നെ ഇട്ടിട്ടുണ്ട്. അവിടെ നമ്മൾ ജസ്റ്റ് നമ്മൾ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ. നമ്മൾ ഒരുപാട് അവിടെ ഷെയ്ഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിൻ്റെ മുമ്പിലത്തെ പാർട്ട് കാണാത്ത ആൾക്കാരുണ്ട്, ഞാൻ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ 3 പാർട്ട് നിങ്ങൾക്ക് കണ്ട് നോക്കിയിട്ട് വരച്ച് നോക്കാവുന്നതാണ്. ഔട്ട്ലൈന് അതുപോലെ നമ്മൾ രണ്ടാമത്തെ പാർട്ടായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഹെയർ ഡ്രോയിങ് ആയിരുന്നു. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമ്മൾ അതിനകത്ത് പറഞ്ഞ് തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ കണ്ട് നോക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റായിട്ടോ മെസ്സേജായിട്ടോ ചോദിക്കാം, ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഷെയ്ഡിങ് നമ്മൾ നല്ല രീതിയിൽ നമുക്ക് ആയി വരണമെങ്കിൽ നമ്മൾ കുറേ നാളത്തെ പ്രാക്ടീസ് വേണം. എങ്കിൽ മാത്രം നമുക്ക് നല്ല രീതിയിൽ ഷെയ്ഡ് ചെയ്യാനൊക്കെ പഠിക്കാൻ പറ്റത്തുള്ളൂ. നമുക്ക് ആദ്യം തന്നെ ഷെയ്ഡ് ചെയ്ത് തുടങ്ങുമ്പോഴത്തേക്കും നല്ല രീതിയിൽ ചെയ്യാനൊന്നും പറ്റത്തില്ല. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ ഷെയ്ഡിങ്ങിൽ ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ. കാരണം എൻ്റെ തന്നെ ഓൾഡ് വീഡിയോസ് നിങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ ആദ്യത്തെ ഡ്രോയിങ്ങിലൊന്നും ഷെയ്ഡിങ് നല്ല രീതിയിൽ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഷെയ്ഡിങ് ചെയ്തിട്ടെന്ന് വേണമെങ്കിൽ പറയാം. കാരണം നമ്മൾ മെയിനായിട്ട് അതിൻ്റെ ഔട്ട്ലൈനും കണ്ണിൻ്റെ ഭാഗങ്ങളൊക്കെ വരച്ച് കുറച്ച് ആ ഒരു ഭാഗത്തൊക്കെ ജസ്റ്റ് ഷെയ്ഡിങ് കൊടുത്തിട്ട് ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ നമ്മൾ അതുപോലെ വിടുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. കാരണം ആ സമയത്ത് എനിക്കും ഷെയ്ഡിങ് ഒന്നും നല്ല രീതിയിൽ ചെയ്യാൻ അറിയത്തില്ലായിരുന്നു, അല്ലെങ്കിൽ നമ്മൾ ഷെയ്ഡിങ് കുറിച്ച് പഠിച്ച് വരുന്നുള്ളായിരുന്നു. അപ്പോൾ നമ്മൾ മുമ്പോട്ട് വരുന്നതനുസരിച്ച് നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. അതുപോലെ ഓരോ ഡ്രോയിങ് ചെയ്തതനുസരിച്ച് നമ്മൾ ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കിയാണ് മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങളാണെങ്കിലും അതുപോലെ വരച്ച് തുടങ്ങുമ്പോൾ ഒരിക്കലും നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും, തുടക്കത്തിൽ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾ ഓർത്ത് ചെയ്യരുത്. കാരണം നമ്മൾ മിസ്റ്റേക്ക് ഉണ്ടാവും, നല്ല രീതിയിൽ മിസ്റ്റേക്ക് നമുക്കുണ്ടാവും. അപ്പോൾ അത് മനസ്സിലാക്കി ആ മിസ്റ്റേക്ക് എവിടെയാണ് വരുന്നത്, അല്ലെങ്കിൽ ആ മിസ്റ്റേക്ക് മനസ്സിലാക്കി അത് ക്ലിയർ ചെയ്ത് പോകാനുള്ളൊരു കഴിവ് നിങ്ങൾക്ക് ഉണ്ടാവണം. എങ്കിൽ മാത്രമേ നിങ്ങൾ ഈ ഒരു മേഖലയിൽ ഈ ഡ്രോയിങ്ങിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്ത് വരാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ആ കാര്യങ്ങൾ മനസ്സിലാക്കി തന്നെ നിങ്ങൾ ഇതിൽ വർക്ക് ചെയ്യുക. പിന്നെ മിക്കവരും ഹെയർ വരയ്ക്കുന്ന ശരിയാകുന്നില്ല, അല്ലെങ്കിൽ ഷെയ്ഡിങ് ശരിയാകുന്നില്ല, എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്. പിന്നെ പറയാമെന്ന് വെച്ചാൽ നിങ്ങൾ പറ്റുമെങ്കിൽ എല്ലാ ദിവസവും തന്നെ ഒരു കുറച്ച് സമയം കണ്ടെത്തി ഇതിന് വേണ്ടി മാറ്റി വെച്ചിട്ട് പ്രാക്ടീസ് ചെയ്യുക. അപ്പം ചിലരൊക്കെ പറയുന്നത് വെച്ചാൽ കുറേ നാൾ ആയി വരച്ചിട്ട്, അതുകൊണ്ട് ഇപ്പോൾ വരച്ചിട്ട് ശരിയാകുന്നില്ല എന്ന് പറയാറുണ്ട്. അപ്പോൾ അവരോട് ഞാൻ പറയുന്നത് വെച്ചാൽ നിങ്ങൾ ഡെയിലി കുറച്ച് സമയമെങ്കിലും പ്രാക്ടീസ് ചെയ്യുമെങ്കിൽ ആ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ഇമ്പ്രൂവ് വരാൻ സാധിക്കത്തുള്ളൂ എന്നാണ് ഞാൻ പറയാറ്. അപ്പം ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓർത്ത് തന്നെ ഇതിൽ വർക്ക് ചെയ്യുക. നിങ്ങൾ ഒരു കാര്യം ഓർത്താൽ മാത്രം മതി. കാരണം നമ്മളിപ്പോൾ കാണുന്ന നല്ല രീതിയിൽ വരയ്ക്കുന്ന ആർട്ടിസ്റ്റുകളെല്ലാം തന്നെ ഈ ഒരു സ്റ്റേജിലൂടെ കടന്ന് തന്നെയാണ് അവർ വന്നേക്കുന്നത്. കാരണം അവരും തുടക്കത്തിൽ ഇങ്ങനെ തന്നെ ആയിരിക്കും വരച്ചിട്ടുണ്ടാവുക. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. അപ്പോൾ നമ്മളാണെങ്കിലും തുടങ്ങുമ്പം ഈ പറഞ്ഞ നല്ല രീതിയിൽ വരയ്ക്കാൻ പറ്റുന്ന ആൾക്കാരായിരിക്കില്ല, നമുക്ക് നല്ല രീതിയിൽ മിസ്റ്റേക്കൊക്കെ വരാം. അപ്പോൾ ഈ പറഞ്ഞ അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക. ഡ്രോയിങ്ങിൽ ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാരോട് ഞാനിപ്പം കാര്യങ്ങളൊക്കെ പറഞ്ഞത്. കാരണം നിങ്ങളൊക്കെ വരച്ച് തുടങ്ങുന്ന സമയത്ത് ഈ പറഞ്ഞാൽ നിങ്ങൾക്കൊക്കെ വിഷമങ്ങളൊക്കെ ഉണ്ടാകും, ഡ്രോയിങ് നല്ല രീതിയിൽ വരാത്തതിന്. അപ്പം ഈ പറഞ്ഞ ഇതൊക്കെ ഒന്ന് ഓർത്താൽ മതി. ഇപ്പം എല്ലാവരും ഇങ്ങനെ തന്നെയാണെന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ നമ്മുടെ ചാനലിലേക്ക് പുതിയതായിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ പ്ലേലിസ്റ്റൊക്കെ ഒന്ന് എടുത്ത് നോക്കാവുന്നതാണ്. നമ്മൾ കളർ പെൻസിൽ ഡ്രോയിങ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ ഫ്രീ ഹാൻഡ് ഡ്രോയിങ് ട്യൂട്ടോറിയൽ ചെയ്തിട്ടുണ്ട്, ഗ്രിഡ് മെത്തേഡ് അങ്ങനെ ഒരുപാട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് വരച്ച് നോക്കാവുന്നതാണ്. പിന്നെ നമ്മളെല്ലാം ഒരേ മെത്തേഡ് ഉപയോഗിച്ച് വരച്ച് പോകുന്നെങ്കിൽ പോലും ഞാൻ കാര്യങ്ങൾ പറഞ്ഞു തന്നെ പോകുന്നുണ്ട്. ഇപ്പോൾ എനിക്ക് ചെറിയ ജലദോഷവും കാര്യങ്ങളൊക്കെ ആയിട്ടിരിക്കുകയാണ്, എന്നപ്പോഴും വോയിസ് നല്ല രീതിയിൽ ക്ലിയർ ഒന്നുമല്ല, എങ്കിലും ഞാൻ പറഞ്ഞിരുന്നുണ്ട്. അപ്പം അത് നിങ്ങൾക്ക് നല്ല രീതിയിൽ മനസ്സിലാക്കി ഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഇപ്പോൾ ഒരു ഡ്രോയിങ് ക്ലാസ്സിൽ പോയിരിക്കാൻ നോക്കുക. അപ്പം അവിടെ പോയിരുന്ന സമയത്ത് അവിടുത്തെ സാറ് നമ്മൾ ജസ്റ്റ് വരച്ച് മാത്രം കാണിക്കുന്നു, ഒന്നും പറയാണ്ട് ജസ്റ്റ് വരച്ച് മാത്രം കാണിക്കുമ്പം നമുക്ക് വേണമെങ്കിൽ വരച്ച് പോകാം, നോക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് അതുപോലെ വരച്ചൊക്കെ പോകാം. പക്ഷേ നമ്മൾ ആ ഒരു കാര്യങ്ങൾ ആ ഒരു സാറ് നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്ത് തരുമ്പോഴായിരിക്കും നമുക്കത് നല്ല രീതിയിൽ വരയ്ക്കാൻ പറ്റുക. കാരണം നമുക്ക് പറഞ്ഞു തരും ഇന്ന പോലെയാണ് വരയ്ക്കേണ്ടത്, ഇന്ന പോലെയാണ് ഹെയർ വരയ്ക്കുക, അല്ലെങ്കിൽ ഇന്ന പോലെയാണ് ഷെയ്ഡ് ചെയ്യുക, പെൻസിൽ ഈ രീതിയിൽ പിടിച്ചിട്ടായിരിക്കും ഷെയ്ഡ് ചെയ്യുക, അല്ലെങ്കിൽ ബ്ലെൻഡ് ചെയ്യേണ്ടത് ഇങ്ങനെയാണ്.
അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞു തരുമ്പോഴായിരിക്കും നമുക്ക് കുറച്ചുകൂടെ ആ ക്ലാസ് നമുക്ക് പ്രയോജനപ്പെടുക. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാനും നിങ്ങളോട് പറഞ്ഞു തന്നെ പോകുന്നത്. പിന്നെ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഡ്രോയിങ് പഠിച്ച ഒരാളൊന്നുമല്ല. നിങ്ങളിപ്പം വീഡിയോസ് കണ്ട് ഡ്രോയിങ് ചെയ്ത് പഠിക്കുന്നവർ തന്നെയാണ് ഞാനും ഡ്രോയിങ്ങൊക്കെ പഠിച്ചു വന്നത്. നമ്മൾ നേരത്തെ തൊട്ട് വരയ്ക്കുമായിരുന്നു, പിന്നെ കുറച്ച് നാളത്തേക്ക് വരയൊക്കെ നിർത്തിയായിരുന്നു. പിന്നീട് വീണ്ടും ഇതിലേക്ക് വന്നു. പിന്നെ കുറേ കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ കണ്ടൊക്കെ പഠിച്ചു, ഡ്രോ ചെയ്തൊക്കെ പഠിച്ചു. അപ്പോൾ നമ്മുടെ സ്വന്തം കഴിവുകൊണ്ട് തന്നെ നമ്മൾ പഠിച്ച് ഇതിലേക്ക് വന്നത്. എന്ന് വെച്ചുകൊണ്ട് നമ്മൾ നല്ല രീതിയിൽ വരയ്ക്കും എന്നല്ല ഞാൻ പറഞ്ഞത്. നമുക്ക് ഇനിയാണെങ്കിലും ഒരുപാട് പഠിക്കാനുണ്ട്. ഡ്രോയിങ്ങിൽ പ്രത്യേകിച്ച് നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിച്ച് നമുക്ക് വരാൻ നല്ല സമയമെടുക്കും. പിന്നെ നമ്മൾ മെയിനായിട്ട് പ്രാക്ടീസാണ് ഇതിൻ്റെ അകത്ത് വേണ്ടത്. നമുക്ക് നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യാനുള്ളൊരു സമയവും പ്രാക്ടീസ് ചെയ്യാനുള്ളൊരു ക്ഷമയൊക്കെ ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് ഇമ്പ്രൂവ് ചെയ്ത് വരാൻ സാധിക്കും. അതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ തന്നെയാണ്. അപ്പം ഞാൻ വരച്ച് വന്ന രീതികൾ, ഞാൻ വരച്ചെങ്ങനെയാണ് പഠിച്ചത്, അപ്പോൾ ആ കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ ഓരോരുത്തരും തന്നെ പറഞ്ഞ് പോകുന്നത്. അപ്പം ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ ജസ്റ്റ് നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് പോവുക, അല്ലെങ്കിൽ ഞാൻ ഡ്രോ ചെയ്യുന്ന കണ്ടിട്ട് നിങ്ങൾ അതുപോലെയൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് പോവുക. അപ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇത്രയെങ്കിലുമൊക്കെ ഒന്ന് വരയ്ക്കാൻ പറ്റും നല്ല രീതിയിൽ. അത്യാവശ്യം നിങ്ങൾക്കൊരു ഫോട്ടോ ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് ആരുടെയും സഹായമില്ലാതെ നിങ്ങൾക്ക് തന്നെ വരച്ച് മറ്റുള്ളവരെ കാണിക്കാനൊക്കെ ഉള്ളൊരു കഴിവ് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പം ഡ്രോയിങ് നല്ല രീതിയിൽ പഠിക്കാൻ താല്പര്യമുള്ള ആൾക്കാരൊക്കെ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കണ്ടിട്ട് നിങ്ങൾ ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കി തന്നെ ഡ്രോ ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഡ്രോയിങ് പഠിക്കാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. നിങ്ങൾക്ക് യൂസ് ആകുന്ന ഒരുപാട് ഡ്രോയിങ് വീഡിയോസ് നമ്മുടെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടിട്ട് പ്രാക്ടീസ് ചെയ്താൽ മതി. നിങ്ങൾക്കും ഈസി ആയിട്ട് വരയ്ക്കാവുന്നേ ഉള്ളൂ. പിന്നെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഡ്രോ ചെയ്ത് കഴിയുമ്പോൾ ഡിറ്റെയിൽസ് മായ്ക്കുമല്ലോ. അപ്പോൾ മായ്ക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുകയെന്ന് വെച്ചാൽ ലൈറ്റായിട്ട് വരയ്ക്കാൻ ശ്രമിക്കുക. അതായത് ഡിറ്റെയിൽസ് നിങ്ങൾ ലൈറ്റായിട്ട് വരച്ചെങ്കിൽ നിങ്ങൾക്ക് മായ്ക്കുമ്പോൾ നല്ല രീതിയിൽ മായ്ച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഞാനിപ്പം ഇതിനകത്ത് ഡിറ്റെയിൽസ് കുറച്ച് തെളിച്ചാണ് വരച്ചിരിക്കുന്നത്. കാരണം വേറെ ഒന്നുമില്ല, നിങ്ങൾക്ക് ആ ഡിറ്റെയിൽസ് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ തെളിച്ച് വരച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വരച്ച് പഠിക്കുന്ന സമയത്ത് നിങ്ങൾ അത്രയും തെളിച്ച് വരയ്ക്കരുത്. കാരണം ഇത് പിന്നീട് മായ്ക്കുമ്പോൾ നമുക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ഒരുപാട് നമ്മൾ പ്രസ് ചെയ്ത് മായ്ച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ പേപ്പറൊക്കെ ഡാമേജ് ആകാൻ, അല്ലെങ്കിൽ നമ്മൾ ഡ്രോ ചെയ്തേക്കുന്നതിൻ്റെ മുകളിലോട്ടൊക്കെ നമ്മൾ മായ്ച്ച് ആ ഒരു ഭാഗമൊക്കെ മാഞ്ഞു പോകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ മുമ്പിൽ കണ്ട് തന്നെ നിങ്ങൾ ആ ഒരു രീതിയിൽ ഡിറ്റെയിൽസ് വരയ്ക്കാൻ ശ്രമിക്കുക. അപ്പോൾ അതൊക്കെയാണ് ഞാൻ ആദ്യം നിങ്ങളോട് പറയാൻ ഇരുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ.
അപ്പോൾ വീഡിയോ ഇഷ്ടമായി തീർച്ചയായും ലൈക്ക് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഡ്രോയിങ് പഠിക്കാൻ താല്പര്യമുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് വെച്ചേക്കുക. നിങ്ങൾക്ക് യൂസ് ആകുന്ന ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഓരോന്നും കണ്ടിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഈസി ആയിട്ട് വരയ്ക്കാവുന്നേ ഉള്ളൂ. പിന്നെ നേരത്തെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റായിട്ടോ മെസ്സേജായിട്ടൊക്കെ എന്നോട് ചോദിക്കുക. ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും.